ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഉടൻ തന്നെ എത്തുന്നുള്ള ഒരു വാർത്ത വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. കുറെ കാലമായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് എന്തായാലും ഇപ്പോൾ കുറെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഉണ്ടാവും. ആ ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് പല പല മാറ്റങ്ങളും ശുദ്ധി കലാശമൊക്കെ നടത്തിയിട്ടാണ് ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഹോസ്റ്റിനെ കുറിച്ചുള്ള അപ്ഡേഷൻ ഒക്കെ ഉടൻ തന്നെ ഉണ്ടാവും. അത് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലഭിച്ചിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന പല ആൾക്കാരും ബിഗ് ബോസ് മത്സരാർത്ഥികളെല്ലാം ബിഗ് ബോസിനെ കുറിച്ച് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ചില കളികൾ നടന്നിരുന്നു, അതോടൊപ്പം തന്നെ കാസ്റ്റിംഗ് കൗച്ചുകൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അതിൽ മുഖ്യമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 5 ജേതാവായിട്ടുള്ള അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈറലായി പോയിക്കൊണ്ടിരുന്നത്. അഖിൽ മാരാർ ഏഷ്യാനെറ്റിലെ പല ഈ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിലിരുന്ന പലരെയും കുറിച്ചിട്ട് വാതോരാതെ 2-3 വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അതിനെതിരെ ഏഷ്യാനെറ്റുകാരി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊരു മറുപടി എന്നോണം ഏഷ്യാനെറ്റ് ആ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരെ എല്ലാം അതിൽ നിന്ന് മാറ്റി ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ ആൾക്കാരെ, പുതിയ ക്രൂവിനെ വച്ചിട്ട് തുടങ്ങാൻ പോവുകയാണെന്നാണ് പുതിയ ന്യൂസ് വന്നത്. അത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അഖിൽ മാരാറിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ അഖിൽ മാരാർ സ്റ്റോറി ആയിട്ട് അതിട്ടുണ്ട്. ഒടുവിൽ അഖിൽ മാരാർ പറഞ്ഞത് കാര്യം തന്നെ വിജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അന്ന് തന്നെ പല പല കൊള്ളുകളൊക്കെ ഉണ്ടായിരുന്നു. കാസ്റ്റിംഗ് കൗച്ചിനെ സംബന്ധിച്ച് അഖിൽ മാരാർ പറഞ്ഞപ്പോൾ തന്നെ അതിനെ പിന്തുണച്ചും എതിർത്തും പല മത്സരാർത്ഥികളും മുമ്പോട്ട് വന്നിരുന്നു. എന്നാൽ അഖിൽ മാരാർ സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഏഷ്യാന്റെ ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ സീസൺ 6 സീസൺ 5 അല്ലെങ്കിൽ സീസൺ 4 ഉണ്ടായിരുന്ന മെയിൻ ആയിട്ട് അതിന്റെ ഹെഡിൽ മുകളിൽ ഏറ്റവും മുകളിലിരിക്കുന്ന ക്രൂ ആൾക്കാർ ഉണ്ടാവില്ല. ഇത്തവണ പുതിയ ആൾക്കാരെ വെച്ചിട്ടായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ പോകുന്നത്. അത് ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. പ്രഡിക്ഷൻ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൽ കൂടെ വിടുന്നതായിരിക്കും. നമ്മളിപ്പം ബിഗ് ബോസിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷെ ഇപ്പൊ ബിഗ് ബോസിനെ കുറിച്ച് യാതൊരു ന്യൂസും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറെ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. ഇനി നമ്മൾ വീഡിയോ ആയിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും. എന്തായാലും ബിഗ് ബോസ് ഇതിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുകൾ നമ്മുടെ ഈ ചാനലിൽ കൂടെ വിടുന്നതായിരിക്കും. എന്തായാലും ഇത് നല്ലൊരു സൂചനയാണ്. കാരണം ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരെ എല്ലാം പുറത്താക്കി പുത്തൻ ഭാവത്തിൽ വരുന്ന ഒരു പുതിയ സീസൺ 7 അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. കാസ്റ്റിംഗ് കൗച്ചും അതുപോലെ തന്നെ ചില കളികളൊന്നും ഇനി നടക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. എന്തായാലും അഖിൽ മാരാർ എന്ന ഒരു എന്താ പറയുക ജേതാവ് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ. താങ്ക് യു.